ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഡിബേറ്റിംഗ് ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഈ ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന അഭിഷേകാണ്. ഈ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചത് 4 പേരാണ്: നന്ദന, അഭിഷേക്, സിജോ, അതോടൊപ്പം തന്നെ അപ്സര. ഈ 5 പേരിൽ നിന്ന് മറ്റു മത്സരാർത്ഥികൾ തെരഞ്ഞെടുത്തത് അഭിഷേകിനെയാണ്. എത്ര പേര് അഭിഷേകിനെ അനുകൂലിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ 4 പേര് അനുകൂലിക്കുന്നത് പറഞ്ഞു. അനുകൂലിക്കുന്നതിൽ ജിൻഡോ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഋഷി, അൻസിബ ഉണ്ടായിരുന്നു, സായി ഉണ്ടായിരുന്നു. ഇവർ 4 പേരും അനുകൂലിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ പേര് അനുകൂലിച്ചത് കൊണ്ട് തന്നെ അഭിഷേകാണ് ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അന്നേരം തന്നെ ബിഗ് ബോസ് പറയുകയുണ്ടായി, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മത്സരാർത്ഥികളൊന്നും ഇല്ല, ഒരു മാറ്റം ഞങ്ങളുടെ മനസ്സില്ലാ മനസ്സോട് എല്ലാം സമ്മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സമ്മതിച്ചു. അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞ് ഇതൊരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ആൾക്ക് 11ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഭിഷേകാണ് ഈ 11ാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. പഴയ ക്യാപ്റ്റനായ നന്ദനയിൽ നിന്നും ബാൾജ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ക്യാപ്റ്റൻ ആകണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും അഭിഷേക് തന്നെ ഇപ്പൊ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്ദന നോമിനേഷനിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സിജോയുടെ സായിയുടെ പ്ലാനുകൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ അഭിഷേകും പറഞ്ഞിരുന്നു ഇവിടെ നന്ദനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണമെന്ന്. എന്നാൽ അത് നടക്കാതെ പോയി. ഇവിടെ പൊട്ടിപ്പോയി. അവരുടെ പ്ലാനുകളൊക്കെ ബിഗ് ബോസ് പൊട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോഴതൊക്കെയാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക. നന്ദന നോമിനേഷനിൽ വന്നത് ശരിയായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ.